ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊയ്ക്കിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പൊയ്ക്കിൻ്റെ സാധനത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാം ഉമ്മ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കപ്പയാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ വേറെ തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേനയാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു മറ്റൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചേമ്പും ഇതും ഇട്ട് കൊടുക്കാം. ചേനയുടെ ഒന്നിച്ച് അതിൻ്റെ തന്നെ പച്ചക്കായും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചൊരങ്ങ, ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ചൊരങ്ങ പിന്നെ ഇറച്ചീൻ്റെ കൂടെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പം നമ്മൾ ഒന്നിൻ്റെ അകത്ത് കപ്പ ഇട്ടത്, ഇതിൻ്റെ പേര് കർക്കടപ്പൊയ്ക്ക് എന്നാണ്. പിന്നെ മറ്റൊന്നിൻ്റെ അകത്ത് ചേന, ചേമ്പ്, പച്ചക്കായ്, പച്ചക്കായൻ്റെ തോരടക്കം ഇട്ടിട്ടുണ്ട് ഉമ്മ. അതടക്കം വെക്കുന്നതാണ് നല്ലത്. പിന്നെ ചൊരങ്ങ. ആദ്യം നമുക്ക് ഇത് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതും അടുപ്പത്ത് വെച്ചു ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്കും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും വിസിൽ വരുവോളം കാത്തിരിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ, വലിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഇപ്പം ഇല്ല, ഇപ്പം വരുമ്പം കൊണ്ടുവരും. വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഊറ്റാം. കപ്പ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. നമ്മളെ ആദ്യം വെച്ച കുക്കറിൻ്റെ അകത്ത് അത് വിസിൽ വരുമ്പോൾ മറിയുന്നത് കൊണ്ട് നമ്മൾ എന്താക്കുന്ന അതിൽ നിന്ന് പകുതി ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഉപ്പ വന്ന് മുളകും കൊണ്ട് തന്നു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളകാണ് എടുത്തത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4. നമ്മൾ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. മുഴുവനായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മിക്സ് ആക്കാം. എല്ലാം ഒന്ന് കുത്തി ഉടക്കാം. ഇത് മൊത്തത്തിൽ ഉടച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സ് ആക്കാം. ഇത് ഇളക്കി മിക്സാക്കി ഇനി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയിട്ട് താളിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ഹായ് കൂട്ടുകാരെ, ഇതായി നമ്മളെ കറക്കടക്ക് പോയിട്ടായിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കഴിക്കുന്നു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ ഈ എന്താ പറയുക, പിന്നെ കറക്കട പോയപ്പോൾ നല്ലോണം ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ഉപ്പാക്കൊന്നും ഉടക്കുന്ന അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഇത് കുറച്ചാണ് ഉടച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ നല്ല ടേസ്റ്റുള്ള സാധനവുമാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.